ഡിയർ ചിൽഡ്രൻ, ചാപ്റ്റർ 11 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചാപ്റ്റർ 11 അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് 2019 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ്, കാൽക്കുലേറ്റ് ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ്. ബിഗിനിങ്ങിലെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ക്ലോസിംഗ് ക്യാപിറ്റൽ, പ്രോഫിറ്റ് ഫോർ ദ ഇയർ, ഡ്രോയിങ്സ് ഡ്യൂറിങ് ദ ഇയർ, ഇത്രയും ഇൻഫോർമേഷൻസ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ അധികം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മളോട് ചോദിച്ചിരുന്നത് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിരുന്നു അല്ലേ. അപ്പം ഇവിടെ നോക്കിക്കുക, ചോദ്യം എന്താണ്? ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ്, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ്. പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഒക്കെ തയ്യാറാക്കി പ്രോഫിറ്റ് ഒക്കെ നമ്മൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കും അല്ലേ. എങ്ങനെയായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്? നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് അല്ലേ, ക്ലോസിങ് ക്യാപിറ്റൽ, അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് അഡീഷണൽ ക്യാപിറ്റലും ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ്ങും ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും അല്ലേ. ഇപ്പോൾ ഈ ചോദ്യത്തിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് കണ്ടുപിടിക്കാനാണ്. ബാക്കി ഇൻഫോർമേഷൻസ് നമുക്ക് ക്വസ്റ്റിനകത്തുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് തന്നാലും നമുക്ക് കിട്ടത്തില്ലേ. ഇപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് ആണ്. ഇപ്പം എന്ത് ചെയ്യണം? ഈ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്ങിനെ, ഇവിടെ മൈനസ് ചിഹ്നമുണ്ട്, മൈനസ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്ങിനെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പം ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്, ഇവിടെ പ്ലസ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ആയി. പിന്നെയോ ഈക്വൽ ടുവിന് ശേഷമുള്ള ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്, അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്ത് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യണം, അത്രയും സെയിം തന്നെ. പിന്നെ ഇവിടെ പ്രോഫിറ്റ് കിടപ്പുണ്ടല്ലോ, പ്ലസ് പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇതെന്താകും? മൈനസ് പ്രോഫിറ്റ് ആവും അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് കാണാനായിട്ട് മൈനസ് ചെയ്യണം. ഇനി പ്രോഫിറ്റിന് പകരം ഇവിടെ ലോസ് ആയിരുന്നു എങ്കിൽ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ലോസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ചെയ്യണം. ആ ഒരു വ്യത്യാസം മാത്രം. ഇത് നമുക്കറിയാവുന്നതാണല്ലോ. അല്ലെങ്കിൽ ഏറ്റവും ചുരുക്കി ഇത്രയും ഓർത്തിരുന്നാൽ മതി. അതായത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആ ബിസിനസ്സിൻ്റെ അവസാനമുള്ള ക്ലോസിംഗ് ക്യാപിറ്റൽ. ആ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ തുടങ്ങിയപ്പോൾ കൊണ്ടുവന്ന ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറച്ചെന്നാൽ ആ കിട്ടുന്ന എമൗണ്ടാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അതായത് അതിന് നമ്മൾ പ്രത്യേകിച്ച് എമൗണ്ട് ഒന്നും വിഡ്രോ ചെയ്തിട്ടുമില്ല, അഡീഷണൽ ക്യാപിറ്റൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ഇതാണല്ലോ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഇതാണ് എങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ആ പ്രോഫിറ്റ് അങ്ങ് കുറച്ചെന്നാൽ അന്നേരം കിട്ടുന്നതാണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റലുണ്ട്, പ്രോഫിറ്റും തന്നിട്ടുണ്ട്, ഡ്രോയിങ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ക്ലോസിംഗ് ക്യാപിറ്റൽ ആദ്യം എഴുതുന്നു 6 lakh, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു, ഈ തന്നിരിക്കുന്ന പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു? ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ഈ 6,18,000 ആണ് ആ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു മാർക്കേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനിയും പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ്, ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് അസർട്ടൈൻ ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. ഡെറ്റേഴ്സ് ആസ് ഓൺ 1st April 2017 എന്ന് വെച്ചാൽ എന്താ? ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. ഡെറ്റേഴ്സ് ആസ് ഓൺ 31st March 2018 40,000 ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് 50,000, ഡിസ്കൗണ്ട് അലൗഡ് 7,000, ബാഡ് ഡെറ്റ് 3,000. ഇത്രയും ഇൻഫോർമേഷൻസ് ഉണ്ട്. ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? എന്ത് തയ്യാറാക്കിയാൽ മതി? ഒരു ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കിയാൽ മതി അല്ലേ. അത് തയ്യാറാക്കാനുള്ള ടിപ്പൊക്കെ നമുക്കറിയാം. ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റാണ്. അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലും ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും എഴുതിയാൽ മതി. അല്ലെങ്കിൽ ജേർണൽ എൻട്രി വെച്ച് ഈ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കറിയാം ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. ഡെറ്റേഴ്സ് അസറ്റാണ്, അസറ്റ്സിൻ്റെ എല്ലാം ഓപ്പണിംഗ് ബാലൻസ് എവിടെയേ വരത്തുള്ളൂ? അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് വരുള്ളൂ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നു. അതുപോലെ ക്ലോസിംഗ് ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആണെങ്കിൽ നമുക്കറിയാം ക്ലോസിംഗ് ബാലൻസ് എവിടെയേ വരത്തുള്ളൂ? ക്രെഡിറ്റ് സൈഡിലേ വരത്തുള്ളൂ. അത് നമ്മൾ ബാലൻസ് സൈഡിൽ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നു. നെക്സ്റ്റ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് 50,000.
ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് കിട്ടി. ക്യാഷ് കിട്ടുമ്പോൾ പിന്നെ നമ്മൾ അവരെ ഡെറ്റർ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് വന്നു, അപ്പം ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് അവിടെ എന്ത് ചെയ്തു? കുറഞ്ഞു. അത്രയും തുകയ്ക്ക് ഡെറ്ററിൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്തു. അത്രയും തുക അവർ തന്നല്ലോ, ക്യാഷ് തന്നല്ലോ, അതുകൊണ്ട്. അപ്പം ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. പിന്നെ ഡിസ്കൗണ്ട് അലൗഡ്. ബിസിനസ്സിൽ നിന്ന് ഡെറ്റേഴ്സിന് ഡിസ്കൗണ്ട് ആയിട്ട് 7,000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 7,000 രൂപ ഡെറ്റേഴ്സിന് ഡിസ്കൗണ്ട് അലൗ ചെയ്തപ്പോൾ അത്രയും തുകയ്ക്കും സൺഡേ ഡെറ്ററിൻ്റെ എമൗണ്ട് കുറഞ്ഞില്ലേ? ഈ ഡിസ്കൗണ്ട് കൊടുത്തില്ലായിരുന്നു എങ്കിൽ ഈ 7,000 കൂടി അവർ തരാനുള്ളതായിട്ട് നമ്മൾ കാണിക്കുകയില്ലായിരുന്നോ? അപ്പോൾ എന്ത് ചെയ്തു? ഡിസ്കൗണ്ട് അലൗ ചെയ്തപ്പോൾ 7,000 രൂപ എന്ത് ചെയ്തു? ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്തു. പിന്നെ ബാഡ് ഡെറ്റ് 3,000. ബാഡ് ഡെറ്റ് സംഭവിച്ചപ്പോഴും എന്ത് സംഭവിച്ചു? സൺഡേ ഡെറ്റേഴ്സിൽ നിന്ന് ഈ 3,000 അത്രയും എമൗണ്ട് കുറഞ്ഞില്ലേ? അപ്പോൾ അതും എന്ത് ചെയ്യണം? ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ എല്ലാ ഐറ്റംസും എഴുതി ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്രെഡിറ്റ് സെയിലായിരിക്കും. ഇവിടെ 75,000 ആണ്. ഇങ്ങനെയാണ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെയൊക്കെ നിരവധി ക്വസ്റ്റ്യൻസ് പിന്നീടും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Dash account is prepared by a trader who does not maintain the double entry system of accounting to find out the value of credit purchase. അതായത് ക്രെഡിറ്റ് പർച്ചേസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് ഡബിൾ എൻട്രി സിസ്റ്റം കീപ്പ് ചെയ്യാത്ത ഒരു ട്രേഡർ ഏത് അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്? നമ്മൾ എവിടുന്ന് ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിച്ചത്? ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കുന്നതിന് എന്ത് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്നത്? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ് അല്ലേ? ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് ആണോ? അല്ല. ബിൽസ് റിസീവബിളും അല്ല, ബിൽസ് പേയബിളും അല്ല. ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാൻ ഏത് അക്കൗണ്ടാണ്? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ് തയ്യാറാക്കുന്നത്. നെക്സ്റ്റ്, ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഫൈൻഡ് ഔട്ട് ടോട്ടൽ പർച്ചേസസ്. താഴെ തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ നിന്നും ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായിരിക്കും ടോട്ടൽ പർച്ചേസ് എന്ന് എടുത്ത് പറയാൻ കാരണം? ടോട്ടൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും കൂടി ചേരുന്നതാണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഇൻഫോർമേഷൻസ് നോക്കുക. അതിൽ ക്യാഷ് പർച്ചേസ് തന്നിട്ടുണ്ടാവും, ക്രെഡിറ്റ് പർച്ചേസ് നമുക്ക് തന്നിട്ടില്ല. ആദ്യം നമ്മൾ ഈ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ ക്യാഷ് പർച്ചേസിൻ്റെ എമൗണ്ടും കൂടി ടോട്ടൽ ചെയ്തെന്നാൽ എന്തായി? ടോട്ടൽ പർച്ചേസായി. അപ്പോൾ ഓരോ ഐറ്റംസും വായിച്ചു നോക്കുക. ക്രെഡിറ്റേഴ്സ് ഓൺ 1st April 2016 എന്ന് വെച്ചാൽ എന്താ? ഇത് ക്രെഡിറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് അല്ലേ? നമുക്കറിയാം ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി ആണ്. ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. അപ്പം ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 60,000 ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നു. നെക്സ്റ്റ്, ക്രെഡിറ്റേഴ്സ് ഓൺ 31st March 2017. ഇതെന്ന് പറയുന്നത് എന്താ? ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് അല്ലേ? ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ആണ്, ക്ലോസിംഗ് ബാലൻസ് എന്തായിരിക്കും? ഡെബിറ്റ് ആണ് അല്ലേ? അപ്പം ബാലൻസ് CD എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ ഈ 40,000 എഴുതുന്നു. ദെൻ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് 50,000 രൂപ ക്യാഷ് കൊടുത്തു. ക്യാഷ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത്രയും തുകയ്ക്ക് ക്രെഡിറ്ററോടുള്ള ബാധ്യത എന്ത് ചെയ്യപ്പെടുന്നു? ഡിക്രീസ് ചെയ്യുന്നു അല്ലേ? ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് അവിടെ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അല്ലേ? ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യിക്കുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലും, ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യിക്കുന്ന ഐറ്റംസ് എല്ലാം എവിടെയുമാണ് എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിലുമാണല്ലോ എഴുതേണ്ടത്. അപ്പോൾ ഇത് എവിടെ എഴുതണം? ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. നെക്സ്റ്റ്, റിട്ടേൺസ് ഔട്ട്വേർഡ്സ്. ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? പർച്ചേസ് റിട്ടേൺ ആണല്ലേ? നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം തിരിച്ച് അയാൾക്ക് അയച്ചു കൊടുക്കുകയാണ്. 5,000 രൂപയുടെ പർച്ചേസ് റിട്ടേൺ ആണ് ഇവിടെ വന്നത്. അപ്പം 5,000 രൂപയ്ക്ക് പർച്ചേസ് റിട്ടേൺ വന്നു എന്ന് പറയുമ്പോൾ ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കുറയില്ലേ? നമ്മൾ റിട്ടേൺ കൊടുത്ത ആ തുക വീണ്ടും ക്യാഷ് നമ്മൾ കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പം ഇത്രയും തുക എന്ത് ചെയ്യുന്നു? ഇത്രയും തുകയ്ക്ക് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്നു. അതും എവിടെ എഴുതണം? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. നെക്സ്റ്റ്, ബിൽസ് പേയബിൾസ് അക്സെപ്റ്റഡ്. ബിൽസ് പേയബിൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് 16,000 രൂപയുടെ. അപ്പോൾ അങ്ങനെ ബിൽസ് പേയബിൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും അത്രയും തുകയ്ക്ക് ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി അവിടെ ഡിക്രീസ് ചെയ്യും. അതായത് നമ്മൾ അവർക്ക് അത്രയും വിലയുടെ ബില്ല് കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പം ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി അവിടെ ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അതും എന്ത് ചെയ്യുന്നു?
ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു. പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ്, ക്രെഡിറ്ററുടെ കയ്യിൽ നിന്ന് 4000 രൂപ ഡിസ്കൗണ്ട് കിട്ടുമ്പോഴും നമ്മളെ സംബന്ധിച്ച് അത്രയും ബാധ്യത കുറയുകയല്ലേ, അല്ലെങ്കിൽ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇതുകൂടെ ചേർത്ത് നമ്മൾ കൊടുക്കേണ്ടി വന്നേനെ. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് കിട്ടിയപ്പോൾ 4000 രൂപയ്ക്ക് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അതും എവിടെ എഴുതണം, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. നെക്സ്റ്റ് ബിൽസ് പേയബിൾ ഡിസോണേഡ് 2000. ഇവിടെ നമ്മൾ ബിൽസ് പേയബിൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു 16,000 രൂപയുടെ. പക്ഷെ എന്ത് സംഭവിച്ചു, ഒരു 2000 രൂപയുടെ ബിൽസ് പേയബിൾ എന്തായിപ്പോയി, ഡിസോണറായി. പറഞ്ഞ സമയത്ത് ക്യാഷ് കൊടുക്കാൻ പറ്റിയില്ല, ബിൽസ് പേയബിൾ ഡിസോണറായി. ബിൽസ് പേയബിൾ ഡിസോണർ ആകുമ്പോൾ എന്ത് സംഭവിക്കും, വീണ്ടും ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി ബാധ്യത അവിടെ ഇൻക്രീസ് ചെയ്യും. കാരണം ഡിസോണർ ആയല്ലോ, ക്യാഷ് കൊടുത്തില്ല, പറഞ്ഞ സമയത്ത് ക്യാഷ് കൊടുത്തില്ല, ഡിസോണർ ആയിപ്പോയി. അപ്പോൾ വീണ്ടും നമ്മളെ ആരായിട്ട് അവിടെ പ്ലേസ് ചെയ്യും, സൺട്രി ക്രെഡിറ്റർ. നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളെ സൺട്രി ക്രെഡിറ്റർ ഉണ്ടല്ലോ, വീണ്ടും അവിടെ സൺട്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞ ബാധ്യത നമ്മളെ സംബന്ധിച്ച് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്യാഷ് പർച്ചേസ് ആണ്. നമുക്ക് ടോട്ടൽ പർച്ചേസാണ് കാണേണ്ടത്. അപ്പോൾ ക്യാഷ് പർച്ചേസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക, ആദ്യം ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുക. ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് അക്കൗണ്ട് തയ്യാറാക്കണം, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇതുപോലെ ഉണ്ടോ, ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലും എഴുതിയിരിക്കുന്നു. എന്നിട്ട് ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ക്രെഡിറ്റ് പർച്ചേസ്. അപ്പോൾ 83,000 ക്രെഡിറ്റ് പർച്ചേസ് ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ പർച്ചേസ് ആണ്. ടോട്ടൽ പർച്ചേസ് എന്ന് പറയുമ്പോൾ ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസുമാണെന്ന് പറഞ്ഞു. ഇവിടെ ക്യാഷ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ 47,000 ആണ്. അതും ഈ ക്രെഡിറ്റ് പർച്ചേസിൻ്റെ നമ്മൾ കണ്ടുപിടിച്ച 53,000 അതും കൂടി ചേർത്ത് എത്ര വരും, 1 lakh rupees ടോട്ടൽ പർച്ചേസ് ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചോദിച്ചെന്നാൽ ടോട്ടൽ പർച്ചേസ് തന്നെ അവിടെ കണ്ടുപിടിക്കണം ലാസ്റ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ മാർക്ക് പോകും കേട്ടോ. ഇതിനൊരു മാർക്കൊക്കെ ആയിരിക്കും. അത് കുറച്ച് ഇത് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ എങ്കിൽ ഫുൾ മാർക്ക് തരത്തില്ല. അപ്പോൾ ഓർത്തോളണം, ടോട്ടൽ പർച്ചേസാണ് കാണാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും കൂടി ടോട്ടൽ ചെയ്ത് എഴുതിയേക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്. ഇവിടെയും ബിഗിനിങ്ങിലെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ അതിൻ്റെ കാരണം എല്ലാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കറിയാം എന്ത് ചെയ്താൽ മതി. ഇവിടെ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ, അതായത് ക്ലോസിങ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഡ്രോയിങ്സും ഉണ്ട്, ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഉണ്ട്, പ്രോഫിറ്റ് ഓഫ് ദി കറണ്ട് ഇയർ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ആണ് ഇവിടെ. അപ്പോൾ ഇത്രയും ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ ബുദ്ധിമുട്ട് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട്? എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, ക്ലോസിങ് ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്യുക, അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുക, പ്രോഫിറ്റും എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ. അതിൻ്റെ ലോജിക്കൊക്കെ നേരത്തെ പറഞ്ഞ് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ മുനീർ, എ ഫ്രൂട്ട് മെർച്ചൻറ്റ് മെയിൻറ്റെയിൻസ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഓഫ് അക്കൗണ്ടിങ്. മുനീർ എന്ന് പറയുന്ന ആൾ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഓഫ് അക്കൗണ്ടിങ് ആയിരുന്നു കീപ്പ് ചെയ്തിരുന്നത്. ക്വസ്റ്റ്യൻ എ, നെയിം ദ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ഹിം ടു ഫൈൻഡ് ഔട്ട് ദി ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹം തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേര് പറയുക. ക്വസ്റ്റ്യൻ എ. നെക്സ്റ്റ് ബി, ഫൈൻഡ് ഔട്ട് ഹിസ് ക്യാപിറ്റൽ ആസ് ഓൺ 1st April 2015 ഫ്രം ദ ഇൻഫോർമേഷൻ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ 1st April 2015 ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം, ഓപ്പണിംഗ് ആണോ ക്ലോസിംഗ് ആണോ എന്ന് ഇവിടെ നോക്കണം. ഇവിടെ ഡ്യൂറിങ് ദെയർ എൻഡ് ചെയ്യുന്നത് March 31st, 2016 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്ത് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ്, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ്. ഇത് ഓപ്പണിംഗ് ഡേറ്റ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ, ഓപ്പണിംഗിലെ ലിസ്റ്റ് ഓഫ് അസറ്റ്സും ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് സി, ഫൈൻഡ് ഔട്ട് ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് മെയ്ഡ് ബൈ ഹിം ഡ്യൂറിംഗ് ദ ഇയർ എൻഡ് 31st March 2016. 2016 മാർച്ച് അവസാനം ആകുമ്പോഴത്തേക്കിനും അദ്ദേഹത്തിന് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. If his closing capital balance as on that date amounts to ₹67,500. അപ്പോൾ ഈ ഡേറ്റിലെ അദ്ദേഹത്തിൻ്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് പറയുന്നത് എത്രയാണ്, 67,500 തന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്താ, നെയിം ദ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ഹിം ടു ഫൈൻഡ് ഔട്ട് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ്
എന്താ തയ്യാറാക്കുന്നത്? ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കിയാൽ പോരെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ ഓപ്പണിംഗ് എന്ന് ചേർത്ത് തന്നെ എഴുതണം, കാരണം ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് ആണ് കേട്ടോ. ക്ലോസിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എഴുതും നമ്മൾ. ഇപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് ആയതുകൊണ്ട് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തന്നെ എഴുതണം. നെക്സ്റ്റ് ബി, ഫൈൻഡ് ഔട്ട് ഹിസ് ക്യാപിറ്റൽ ഓൺ 1st April 2015. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ് തയ്യാറാക്കേണ്ടത്. എന്താ ബുദ്ധിമുട്ട്? അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഉണ്ട്. അതായത് ഓപ്പണിംഗിൽ അസറ്റ്സിന്റെ ലയബിലിറ്റീസിന്റെ ലിസ്റ്റ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കാം. അപ്പം ഇതുപോലെ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരയ്ക്കുക. നമുക്ക് ഇതിൻ്റെ അകത്തെ അസറ്റ്സ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസറ്റാണ്. 14,000 മെഷീനറി അസറ്റാണ്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്. ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. സൺട്രി ഡെറ്റർ അസറ്റാണ്. സൺട്രി ക്രെഡിറ്റർ ലയബിലിറ്റിയാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് അസറ്റാണ്. അത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് ലിസ്റ്റ് ചെയ്യുക. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും കണ്ടുപിടിച്ചു. ഇനി നമ്മളിവിടെ ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇവിടെ ഡ്രോയിങ്സും അഡീഷണൽ ക്യാപിറ്റലും ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും ഇപ്പം നമുക്കറിയാം. ക്ലോസിംഗ് ക്യാപിറ്റൽ ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മളിവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റ് കാണാൻ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഡിഡക്റ്റ് ചെയ്താൽ മതിയല്ലോ. കാരണം ഇവിടെ ഡ്രോയിങ്സും ഇല്ല, അഡീഷണൽ ക്യാപിറ്റലിൻ്റെയും കാര്യം പറയുന്നില്ല. അപ്പം നമ്മൾ വലിയ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ഈ ഇക്വേഷനിലേക്ക് ഫിഗേഴ്സ് അപ്ലൈ ചെയ്താൽ മതി. അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട് 67,500. അതിൽ നിന്ന് ഈ കണ്ടുപിടിച്ച ഓപ്പണിംഗ് ക്യാപിറ്റൽ 61,050 രൂപ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട്, അതായത് 6,450 രൂപയാണ് ഈ ബിസിനസ്സിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന പ്രോഫിറ്റ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബാലൻസ് ഷീറ്റ് ഈസ് മോർ ലേബിൾ ദാൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, എക്സ്പ്ലെയിൻ. ബാലൻസ് ഷീറ്റാണ് കൂടുതൽ വിശ്വസനീയം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിനേക്കാൾ. കാരണം എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 മാർക്കാണ്. അപ്പം 1-2 പോയിന്റ് ആയിട്ട് നമ്മളതൊന്ന് ക്ലാരിഫൈ ചെയ്താൽ മതി. ഇവിടെ കുറച്ചധികം പോയിന്റ്സ് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദി ബേസിസ് ഓഫ് ദോസ് ബുക്സ് വിച്ച് ആർ മെയിൻറ്റെയിൻഡ് അണ്ടർ ഡബിൾ എൻട്രി ഇപ്പം നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? നമ്മൾ അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം നമ്മൾ തയ്യാറാക്കുന്ന ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സോ ഓൺ ദ ബേസിസ് ഓഫ് ഇൻഫോർമേഷൻ ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസിനെ വെച്ചിട്ടാണ് നമ്മൾ ഏത് തയ്യാറാക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഏതാ കൂടുതൽ റിലയബിള്? ബാലൻസ് ഷീറ്റ് ആണ് അല്ലേ? നെക്സ്റ്റ്, ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ബാലൻസ് ഷീറ്റ് എന്തിനാണ് നമ്മൾ തയ്യാറാക്കുന്നത്? ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, ശരിയായിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാപിറ്റൽ ബാലൻസ് കണ്ടുപിടിക്കുന്നതിന് അല്ലേ? അതായത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നു. ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ അഫയേഴ്സ് ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ശരിക്കും ഏത് തയ്യാറാക്കണം? ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. തേർഡ്, വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ എ ബാലൻസ് ഷീറ്റ് ആർ ബേസ്ഡ് ഓൺ ലെഡ്ജർ ബാലൻസ്. ബാലൻസ് ഷീറ്റിലെ അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെ ഒക്കെ വാല്യൂ എന്ന് പറയുന്നത് ഏതിൽ നിന്ന് കിട്ടുന്നതാണ്? ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസ് ആണ് അതല്ലേ? ദേ ആർ ബേസ്ഡ് ഓൺ ലെഡ്ജർ ബാലൻസസ് ആണ്. എന്നാൽ വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആർ ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റ്സ്. എന്നാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിലേക്ക് നമ്മൾ എഴുതുന്ന വാല്യൂ, അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് ഒരു എസ്റ്റിമേഷൻ ആണ്. അതായത് ലെഡ്ജർ ബാലൻസ് ഒന്നുള്ള ഏകദേശം ഒരു എസ്റ്റിമേഷൻ ഫിഗേഴ്സ് ആയിരിക്കും നമ്മൾ അവിടെ കിട്ടുന്നത്. നമ്മുടെ റെക്കോർഡ്സ് ഒന്നും കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നത് വെറും ഒരു എസ്റ്റിമേറ്റ്സ് മാത്രമായിരിക്കും. Next, for omission of assets or liabilities can easily be found out when the balance sheet disagrees. അപ്പോൾ ബാലൻസ് ഷീറ്റിലെ എന്തെങ്കിലും അസറ്റോ ലയബിലിറ്റിയോ എഴുതാൻ വിട്ടുപോയെന്നാൽ നമുക്കത് പെട്ടെന്ന് ട്രേസ് ചെയ്യാൻ പറ്റും. കാരണം ബാലൻസ് ഷീറ്റ് ടാലി ആകില്ല അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ. എന്നാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ലൊക്കേറ്റ് ഒമിഷൻ ഓഫ് അസറ്റ്സ് ഓർ ലയബിലിറ്റീസ് ഇൻ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ഏതെങ്കിലും അസറ്റ്സോ ലയബിലിറ്റീസോ ഒക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്നത് അറിയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ തന്നിരിക്കുന്നത്. 1 മാർക്കിനാവുമ്പോൾ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒരു 1-2 കാരണങ്ങൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതിയാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഫ്രം ദ ബുക്സ് ഓഫ് മിസ്റ്റർ സിദ്ദിഖ്. പ്രോഫിറ്റ് ഫോർ ദ ഇയർ ഉണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഉണ്ട്, ഡ്രോയിങ്സ് ബൈ ഹിം ദിസ് ഇയർ ഉണ്ട്, ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ഉണ്ട്. ഫൈൻഡ് ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഹിം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദ്യം. കണ്ടോ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇവിടെ അഡീഷണൽ ക്യാപിറ്റലും ഡ്രോയിങ്സും ഒക്കെ ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞാൽ ഇതേപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങിക്കാവുന്നുള്ളൂ. എന്ത് ചെയ്താൽ മതി, നമുക്കിവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ വേണം സ്റ്റാർട്ട് ചെയ്യാം. ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, എത്രയാണ്? 2 lakh. അതിൻ്റെ കൂടെ ഈ ഡ്രോയിങ്സ് 30,000 ആഡ് ചെയ്യണം. അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്താൽ മതി, ഇവിടെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആയതുകൊണ്ട് അതും കൂടി കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്